വന്നാ പൂനെ അയ്യ മങ്കിക്കുട്ടി മങ്കി 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 മലേഷ്യൻ വിശേഷങ്ങളുടെ ഒരു ബ്രാൻഡ് ന്യൂ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞങ്ങൾ എടുക്കുന്നത് ബിന്ദുലുവിലെ ഒരു ബ്രാൻഡ് ന്യൂ മാളിൽ തന്നെയാണ്. ഇതാണ് ബ്രാൻഡ് ന്യൂ മാള്, സ്പ്രിംഗ് മാള്. കഴിഞ്ഞ ആഴ്ച അതിൻ്റെ മുമ്പത്തെ ആഴ്ചയൊക്കെ ആയിട്ടാണ് ഇത് ഓപ്പൺ ആയിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളാണ് ഇന്ന് നമ്മളെ കാണിക്കാൻ പോകുന്നത്. അടിപൊളി ക്രിസ്മസ് ഡെക്കറേഷൻസ് ആണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഞങ്ങളിത് മുൻപേ തന്നെ ഫേസ്ബുക്കിൽ നിന്നൊക്കെ കണ്ടിരുന്നു. അടിപൊളി ക്രിസ്മസ് ഡെക്കറേഷൻസൊക്കെ ഇവിടെ നിന്നുള്ള കാര്യങ്ങൾ. നമുക്ക് ഇനി ഡെക്കറേഷൻസൊക്കെ കാണാം. അടിപൊളി വ്യൂ ആണ്. ബിന്ദുലുവിന് മുമ്പ് ജോലി ചെയ്യുന്ന ഞങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊരു നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും എടുക്കുന്നത്. കാരണം മാളൊക്കെ എല്ലായിടത്തും കാണാൻ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു മാൾ മിസ്സായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ, ബിന്ദുലുവിലെ ഞങ്ങളുടെ പഴയ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട്. എങ്ങനെയുണ്ട് മാള്? എന്താണ് മാളിനെ പറ്റി അഭിപ്രായം? ഞാൻ കണ്ടു തുടങ്ങിയിട്ടുള്ളൂ, പക്ഷെ ഡെക്കറേഷൻസ് കണ്ടപ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ അടിപൊളിയാണ്. നല്ല രസമുണ്ട്. ഇവിടെ ഭയങ്കര തിരക്കാ. ബിന്ദുലിൽ എല്ലാവരും ഇവിടെ വന്നിരിക്കാൻ തോന്നുന്നുണ്ട്. എല്ലാവരും ഫോട്ടോസ് എടുക്കലും എല്ലാം അടിപൊളിയാണ്. ഇതാണല്ലോ ഇപ്പൊ ബിന്ദുലിലെ ഏറ്റവും വലിയ മാൾ. ഇതാണ് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഇരുന്നത് ഇനോഗ്രേഷൻ. സ്പ്രിംഗ് മാൾ എന്നാണ് ഇതിന്റെ പേര്. നല്ലതാ. ഇവിടെ ബിന്ദുലിൽ അങ്ങനെ ബ്രാൻഡ് ഷോപ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ H&M, പാർസൽ അതൊക്കെ വന്നിട്ടുണ്ടാവും. ഇവിടെ ഭയങ്കര തിരക്കാ ഇവിടെ. ജിൻസിനെ കൊണ്ട് തന്നെ ഇന്റർവ്യൂ ചെയ്യിപ്പിച്ചാൽ ആരും ഒന്നും തോന്നരുത്. കാരണം നമുക്കിപ്പോൾ മലയാളത്തിൽ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റിയത് ആകെ ഒരാൾ ഇതേ ഉള്ളൂ. ഇവിടെ അപ്പൂനെ ഞങ്ങൾ ഈ ക്യാൻഡി വാങ്ങിക്കാൻ നിൽക്കണം.
ഇത് മലേഷ്യയിലത്തെ ഒരു വലിയൊരു ഔട്ട്ലെറ്റാണ്, പാക്സ് എന്ന് പറഞ്ഞിട്ട് അതുണ്ട്. അത് ബിന്ദുവിൽ മുമ്പ് ഉണ്ടായിരുന്നില്ല, വേറെ മിറിയിലൊക്കെയാണ് ഉണ്ടായിരുന്നത്, വേറെ സിറ്റികളിലൊക്കെയാണ് ഉണ്ടായിരുന്നത്. ബിന്ദുവിൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് പാക്സിൻ്റെ ഔട്ട്ലെറ്റ് വരുന്നത്. നമുക്ക് പാർക്സിൻ്റെ അകത്തേക്കൊന്ന് കടക്കാം. വിജയകരമായി എൻ്റെ ഷോപ്പിംഗ് കഴിഞ്ഞു. സാധാരണ പോയിട്ട് മടങ്ങി വരാനുള്ള പതിവ് പ്രാവശ്യം കിട്ടി. അപ്പോൾ അത് കഴിഞ്ഞ് ഇനി അടുത്തത് അപ്പൂന് ഇവിടെ ഒരു പാർക്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പോകണം. ഞങ്ങൾ അവിടേക്ക് പോകണം. പോണേ പാർക്കിലേക്ക് പോകണം. അപ്പോൾ എൻ്റെ ഡെസ്റ്റിനേഷൻ എത്തി. മോളി ഫാൻറ്റസി. സാലഡ്, ചിക്കൻ റൈസ്, പിന്നെ ഒരു എക്സ്ട്രാ റൈസ് അപ്പൂന് പറഞ്ഞു, പിന്നെ ഒരു ചിക്കൻ സ്റ്റോക്ക്, സൂപ്പ്.
ഓരോന്നിനും ഓരോ കൗണ്ടറാണ് ഇവിടെ ഉള്ളത് കാണിച്ചത് പോലെ. ഞാൻ ചിക്കൻ റൈസ് കൗണ്ടറിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. പിന്നെ ഡ്രിങ്ക്സിന് മാത്രം കണ്ട അവിടെ ഒരു കൗണ്ടർ ഉണ്ട്. ഇവിടെ ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. സൂപ്പർ മാർക്കറ്റിൽ വ്ളോഗ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അവിടെ ഫോട്ടോ ക്യാമറ അങ്ങനെ സംഭവങ്ങളൊന്നും പറ്റില്ല എന്ന് പറഞ്ഞവർ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഷോപ്പിങ്ങിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. ഒന്നുമില്ല, ചെറിയ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തുള്ളൂ. അത് കഴിയുമ്പോൾ ഞങ്ങളിപ്പോൾ കാറിൽ കയറി ഞങ്ങൾ ഇനി വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.